ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ഫോർ ഹാപ്പി. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ളോഗാണ് ഇടുന്നത്. നൈറ്റ് വ്ളോഗ്, 2-3 ദിവസത്തെ വ്ളോഗാണിത്. അപ്പോൾ ഞാൻ പല ടൈമിലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോസ് എല്ലാം കണക്ട് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ഞങ്ങൾ എടവനക്കാട് പള്ളിപ്പെരുന്നാളിന് പോയതാണ്. അപ്പോൾ ഞാൻ വൈപ്പിലാണ് വീട്. അപ്പോൾ എൻ്റെ അമ്മ വീട് എടവനക്കാടാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും പള്ളിപ്പെരുന്നാളിന് പോകാറുണ്ട്. അപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോയപ്പോൾ ഉള്ള വ്ളോഗാണിത്. അന്നത്തെ നൈറ്റിലെ വ്ളോഗാണ്. അപ്പോൾ ഇത്തവണത്തെ പള്ളിപ്പെരുന്നാളിന് പള്ളി അലങ്കരിച്ച ലൈറ്റൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ തവണയും പോകുമ്പോൾ മെഴുകുതിരി എത്തിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പള്ളിക്ക് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കുർബാനയൊക്കെ കൂടി അവിടെ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഞങ്ങൾ പുറത്ത് പോയിട്ട് മെഴുകുതിരി എത്തിച്ചു. അങ്ങനെ എനിക്ക് നല്ല വിശ്വാസമാണ്, നമ്മൾ പ്രാർത്ഥിച്ച് മെഴുകുതിരി എത്തിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ആഗ്രഹം നടത്തി തരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞ് അങ്ങനെ വഴി കൂടെ നടക്കുകയാണ്. അപ്പോൾ പെരുന്നാളിന് പോകുമ്പോൾ ഷോപ്പിംഗ് ഇങ്ങനെ നൈറ്റ് എല്ലാവരുമായിട്ട് നടക്കുന്നത് അതൊക്കെ അല്ലേ ഒരു വൈബ്. അപ്പോൾ ഇതിന് 100 രൂപ ഉണ്ടെങ്കിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വാങ്ങിയില്ല. പിന്നെ മെയിൻ നമ്മൾ പള്ളിപ്പെരുന്നാളിന് പോകുമ്പോഴുള്ള മെയിൻ പരിപാടിയാണ് ചട്ടി വാങ്ങൽ. അങ്ങനെ അമ്മയും അമ്മയുടെ വീട്ടിലേക്കും ഓരോ ചട്ടി വീതമൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് പൊരി സാധനങ്ങൾ, നുറുക്ക് അതൊക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനത്തെ ഈ സംഭവം വാങ്ങി. ഇതിൻ്റെ പേരെനിക്കറിയില്ല. കടലയും കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടി കുറച്ച് മസാലയൊക്കെ കൂടി ഇട്ടൊരു സംഭവമാണ്. ടേസ്റ്റാണ്, നല്ല സാധനമാണ്. നമുക്ക് എന്തായാലും വയറൊക്കെ നിറയും ഇതൊരെണ്ണം കഴിച്ചാൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 2 എണ്ണം വാങ്ങിയുള്ളൂ. 2 എണ്ണമല്ല 3 എണ്ണം വാങ്ങി. ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി ചോദിച്ചു, പക്ഷേ തീർന്നെന്ന് തോന്നണം ടൈമിൽ, അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നൈറ്റ്, എനിക്ക് പിറ്റേ ദിവസം ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളന്ന് നൈറ്റ് തന്നെ എടവനക്കാട് നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട് പെരുമാൾപ്പടിയിലാണ് എൻ്റെ വീട്, വൈപ്പിലാണ് എൻ്റെ വീട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സൺഡേ വ്ളോഗാണ് ഇപ്പോൾ വരുന്നത്. ഞങ്ങൾ മേത്ര ബസാറിലേക്ക് പോയതാണ്. ക്രിസ്മസ് ആകുമ്പോൾ അവിടെ പോകുന്ന ഒരു വൈബല്ലേ, ലൈറ്റും കാണാൻ തന്നെ പോകാനായിട്ട് വൈബാണ്. ഞങ്ങളൊന്നും വാങ്ങണം എന്ന് വിചാരിച്ച് പോയതൊന്നും അല്ല, അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതുണ്ടാകുന്നു, ഒരു വൈബാണ്. ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഇതൊക്കെ കാണാം. അവിടെ കൂടുതൽ പേരും വരുന്നത് കാണാനാണ്. നമ്മൾ റീലൊക്കെ കണ്ട പോലെ നല്ല തിരക്കായിരിക്കും. പക്ഷെ ഞങ്ങൾ പോയത് ഒരു 10 മണിയോട് അടുത്താണ്. അപ്പോഴേക്കും തിരക്ക് കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ആ ടൈമിലും ഓണായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ക്രിസ്മസ് ട്രീയുടെയൊക്കെ വില ചോദിച്ചു. അവിടെ ക്രിസ്മസ് ട്രീ വലുത് ഒരു 6 അടി 7 അടി പൊക്കമുള്ളതിനൊക്കെ 18,500 വരെയൊക്കെ റേറ്റ് ഉണ്ട്. അങ്ങനെ എനിക്ക് ട്രീ ഉണ്ടായിരുന്നില്ല, ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനവിടെ, എനിക്ക് വലിയ ട്രീ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല, ചെറുതാണ് നോക്കിയത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത്, അത് ട്രീ ഞാൻ വാങ്ങിയത് അതിന് 100 രൂപയായിരുന്നു. പിന്നെ കൊറോണ ബോൾസ് എന്നാണ് അതിൻ്റെയൊക്കെ പേര്. അപ്പോൾ അതൊരു 40 രൂപയ്ക്ക് വാങ്ങി. നമ്മളിങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴേ കുറച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ പല കടയിലും പല റേറ്റ് പറയും. അപ്പോൾ നമ്മൾ വില വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെ കിട്ടും കേട്ടോ. അതിന് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പപ്പാനികളുടെ സംഭവമൊക്കെ ഇല്ലേ, അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്തോറും പല കടയിലും പല റേറ്റാണ്. നമ്മൾ ട്രീയിലൊക്കെ അലങ്കരിക്കുന്ന ആ മുത്ത് പോലത്തെ സംഭവമൊക്കെ, അതിനൊക്കെ പല കടയിലും പല റേറ്റാണ്. പിന്നെ ക്ലോസിങ് ടൈമിൽ ചെന്നുകൊണ്ടും നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവിന് സംഭവങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ ട്രീ അലങ്കരിക്കുന്ന സംഭവങ്ങളും സ്റ്റാറും അങ്ങനെ പലതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ നൈറ്റ് നല്ല രസമായിരുന്നു കേട്ടോ. ആ ട്രീയിൽ ഇപ്പം നമ്മൾ കണ്ട ട്രീ, അതെനിക്ക് കണ്ടിട്ടൊരു ഇൻഡിപെൻഡൻസ് ഡേ വൈബില്ലേ, അത് തോന്നിയായിരുന്നു. അങ്ങനെ ഇതാണ് മേത്ര ബസാറിലെ കുറച്ച് കാഴ്ചകൾ കേട്ടോ. കുറേ അധികം കളക്ഷൻസ് ഉണ്ട്. നമ്മൾ പല കടകളിലും കയറി ഇറങ്ങുന്നതിനേക്കാൾ നല്ലത് ഇവിടെ പോകുന്നതാണ്. കുറേ ഇമ്പോർട്ടഡ് ഐറ്റംസ് കുറേ ഉണ്ട്. അടിപൊളി സംഭവങ്ങളാണെല്ലാം. നമ്മുടെ എന്താണ്, ഒരു ഈസ്തറ്റിക് വൈബും അല്ലാത്ത വൈബ്, എല്ലാ വൈബും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ മേത്ര ബസാറിൽ നിന്ന് ഇറങ്ങി ക്വീൻസ് വേയിൽ പോയി.
അവിടെ പോയിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ബോബ ടീയില്ലേ അതൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ പെരി പെരി ഫ്രഞ്ച് ഫ്രൈസും കൂടി വാങ്ങി. ഞാൻ കുടിക്കുന്നത് സ്ട്രോബെറി ഫ്ലേവറും റിയ കഴിച്ചത് ഡാർക്ക് ഫാൻറ്റസിയിലെ അതിൻ്റെ ഫ്ലേവറാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് നല്ല അടിപൊളി നൈറ്റായിരുന്നു അത്. അവിടെ നൈറ്റ് ഒരു 12-2 മണി വരെയൊക്കെ അവിടെ എല്ലാ കടകളും ഓപ്പൺ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളൊരു 11:45 ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ മറൈൻ ഡ്രൈവ് ആ വഴിയൊക്കെ ഒന്ന് കറങ്ങി വീട്ടിലെത്തി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനിച്ച കസിൻസും അമ്മയൊക്കെ ആയിട്ട് ഈ ദിവസം ബ്രോഡ്വേയിൽ നൈറ്റ് പോയായിരുന്നു. അപ്പോൾ അവിടെ ട്രീക്കൊക്കെ നല്ല വിലയാണ്, 18,500 വരെ ട്രീ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു ചെറിയ ട്രീ വാങ്ങി. ഇതിന് 100-120 ആ ഒരു റേഞ്ചിൽ കിട്ടിയ ട്രീ ആണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ട്രീയും ഉണ്ട്, ഇത് എന്താണ് കൊറോണ ബോളെന്ന് അങ്ങനെ എന്താണ് ആ ചേട്ടൻ പറഞ്ഞത് അത്. പിന്നെ വാം ലൈറ്റ്, ബാറ്ററി വാം ലൈറ്റ് ഇല്ലേ അതാണ് കേട്ടോ. കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും പട്ടി കുരക്കും. ഓക്കെ, അത് 3 എണ്ണത്തിന് 100 രൂപ ആ റേഞ്ചിലാണ് കിട്ടിയത്. പിന്നെ പിന്നെ ഇതിന് 15 രൂപ ഒക്കെ കിട്ടിയേ. ഇത്രയും വാങ്ങിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ട്രീ ഒന്ന് സെറ്റ് ചെയ്യാം. ഇത്ര ആയിട്ടുണ്ട്, നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 100 രൂപയുടെ ട്രീ, 100 രൂപയുടെ ലൈറ്റ്, ഒരു 50 രൂപ അടുത്ത് ഡെക്കറേഷൻസ്. അപ്പോൾ കൊള്ളാം. ഇനി നമുക്കത് ലൈറ്റ് ഇട്ട് കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ട്രീ വാങ്ങുന്നതിന് മുമ്പ് ട്രീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബന്ദിപ്പൂവിലെ ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.